ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദർശ് നയനയോട് പറയാണ്, ഞാനും കിരണും ഒക്കെ ഒരേ സമയത്ത് MBA കഴിഞ്ഞവരാ. അതിനുശേഷം ഞങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങായിരുന്നു. അതിനിടയ്ക്ക് അവന് കല്യാണിയെ പ്രേമിക്കാൻ പറ്റി, അവളവൻ്റെ കമ്പനിയിൽ ചേർന്നതുകൊണ്ട്. പിന്നെ നയന ആദർശിനോട് പറയാണ്, അതുപോലെ എത്രയെത്ര പെൺകുട്ടികൾ സ്വന്തം കമ്പനിയിൽ വന്നിരിക്കുന്നു. ജ്വല്ലറി ആയതുകൊണ്ട് സുന്ദരിമാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളായിരിക്കും. എന്നിട്ട് അവരെ ആരെയും പ്രേമിക്കാൻ തോന്നിയില്ലേ? അങ്ങനെ കണ്ണി കണ്ടവരെയൊക്കെ പ്രേമിക്കാനായിട്ട് ഞാനൊരു പ്രേമരോഗിയൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ മനസ്സിലൊരു പ്രേമം ഉണ്ടാകുന്നത്. അപ്പം നയന ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരോട്? അപ്പോൾ ആദർശ്, അല്ല ആരോടും ഇല്ല, കല്യാണത്തിന് മുമ്പേ പ്രേമിക്കണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുക. അല്ല അതൊക്കെ പോട്ടെ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഒരുപാട് പേരെയാ. ഞാൻ ഓർമ്മയായത് മുതൽ പ്രേമിച്ചത് ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനെയും അമ്മയാ. പിന്നെ ചേച്ചിയെയും അനിയത്തിയെയും ഒക്കെ ഞാൻ പ്രേമിക്കുമായിരുന്നു. പിന്നെ കല്യാണിയോടും പ്രേമമായിരുന്നു. ഓ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഒരാളോട് അതിനേക്കാളൊക്കെ പ്രേമ. എന്താ, അയാൾക്ക് പേരില്ലേ? അയാൾക്ക് പേരും നാളും ഒക്കെ ഉണ്ട്. ആളത്ര നോർമലല്ല. അതെ, ആരാ ആള്? വ്യക്തി ഈ ചോദ്യം ചോദിച്ച ആൾക്ക് അറിയാം. എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അപ്പം ഞാനാ പറയാണ്, എന്നാൽ പിന്നെ അറിയണ്ട. ഞാനാ ആ അബ്നോർമലായ വ്യക്തി. ആദർശൻ്റെ സ്വയം പറയാം, അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അവളെങ്ങനെ പറയുന്നതിലും തെറ്റൊന്നുമില്ല. ഒരു ഭാര്യയുടെ കാഴ്ചപ്പാട് ഞാൻ കുറച്ച് അബ്നോർമലാ. അത് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ആദർശേ. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കടപ്പുറത്ത് എത്തിയിട്ടാണുള്ളത്. അതായത് ആദർശവും കിരണും. ആദർശിനോട് കിരണ് ചോദിക്കുകയാണ്, ഭാര്യയെ വിളിച്ചു കൊണ്ട് വന്നു അല്ലേ? അത് കല്യാണിയെ വിളിച്ച് അവൾ പറഞ്ഞു കാണുമല്ലോ. എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. നീയൊക്കെ പറഞ്ഞതല്ലേ. പിന്നെ മുത്തശ്ശനും അവളെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിളിച്ചു കൊണ്ടുവന്നതാ. അപ്പോൾ കിരണ് പറയാണ്, അല്ലാതെ നിൻ്റെ ഇഷ്ടത്തിന് വിളിച്ചതല്ല അല്ലേ? പക്ഷേ ഇപ്പോഴും അവളോട് ആ പഴയ ദേഷ്യം നിലനിൽക്കുക. എന്നിട്ട് നിൻ്റെ മുത്തശ്ശൻ പറഞ്ഞത് നയനയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞില്ല എന്നാണല്ലോ. നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചു എന്നാണ് പറഞ്ഞത്. ആദർശ് പറയാണ്, എടാ അപ്പം നമ്മൾ പ്രായം ചെന്നവരുടെ മനസ്സറിയണ്ടേ? അവർ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് അവളുടെ സഹായം വേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലായിക്കോ, ഇനിയെങ്കിലും നയനക്ക് കൊടുക്കേണ്ട, അതായത് ഒരു ഭാര്യയെ കൊടുക്കേണ്ട സ്നേഹവും കരുതലും അവൾക്ക് കൊടുത്തില്ലെങ്കിൽ അവൾ ഇനിയും വീട് വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് അവൾ നിന്നോട് പറഞ്ഞായിരുന്നോ? എന്നോടല്ല, കല്യാണിയോട് പറഞ്ഞു. കല്യാണി അതിന് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതിനാ കല്യാണി അതിന് സപ്പോർട്ട് ചെയ്തേ? കല്യാണി മാത്രമല്ല, എന്നോട് പറഞ്ഞാൽ ഞാനും സപ്പോർട്ട് ചെയ്യും. പിന്നെ ആദർശിനെ കെട്ടിപ്പിടിച്ചിട്ട് കിരൺ പറയാണ്, എടാ കല്യാണി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഞങ്ങളെ ബിസിനസ് ഓരോ ദിവസവും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ മേഖല പിടിച്ചടക്കി എന്ന് വേണമെങ്കിലും പറയാം. അതേപോലെ ഹാർഡ് വർക്കിൽ അസാധ്യമായ കഴിവുള്ളവളാണ് നയന. അത് അവൾ പ്രൂവ് ചെയ്തതുമാണ്. അവൾ വരച്ച ഡിസൈൻ കൊണ്ട് നിൻ്റെ ജ്വല്ലറിക്ക് എന്തുമാത്രം നേട്ടങ്ങളാണ് ഉണ്ടായത്. എന്നിട്ടും നീ അവളെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടാടാ. എടാ, ഭാര്യയുടെ സമ്പത്തും അവൾ നേടിത്തരുന്ന കഴിവും കണ്ടിട്ട് അവളെ സ്നേഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവരുടെ കഴിവുകളെ നമ്മൾ കാണാതെ പോകരുത്. ഞാനേ കല്യാണിക്ക് ഒരുപാട് പ്രോത്സാഹനം കൊടുത്തതുകൊണ്ടാണ് അവൾ ഇന്നീ നിലയിലെത്തിയത്. എന്നാൽ അതുപോലെ കഴിവുള്ള നിൻ്റെ ഭാര്യയെ നീ പലപ്പോഴും ഇടിച്ചു താഴ്ത്തുക. നിൻ്റെ വീട്ടിൽ കയറി വന്ന ആർക്കും ഇല്ലാത്ത ഗുണങ്ങളാണ് അവൾക്കുള്ളത്. അവളും കല്യാണിയൊക്കെ ഒരേ റേഞ്ചിൽ വരുന്ന പെൺകുട്ടികളാണ്. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയും അനിയത്തിയായിട്ട് ദൈവം അവരെ സൃഷ്ടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവളെൻ്റെ കരണത്തടിച്ചത് എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. കല്യാണത്തിന് മുമ്പല്ലേ അവൾ നിൻ്റെ കരണത്തടിച്ചത്? സത്യം പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം അവൾ നിന്നെ കരണത്തടിക്കുകയല്ല, കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുക വേണ്ടത്. അതുപോലെയാ നീ അവളെ വിഷമിപ്പിച്ചിട്ടുള്ളത്. അവളെ ഞാൻ സ്നേഹിക്കാൻ നോക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് വേണ്ടി നീ അവളെ സ്നേഹിക്കണ്ട, കിരൺ പറയാ. കല്യാണിയും നയനയും ഒരുപോലെയാണെന്ന് ഞാൻ എന്നോട് പറയുന്നത് പോലെ തന്നെ പലപ്പോഴും എൻ്റെ അമ്മയും പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നീയും എന്നും. എന്നിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരായിപ്പോയി. മറ്റേത് സൈഡിൽ കൂടി നോക്കിയാലും നീ ഓക്കേടാ. പക്ഷേ ഭർത്താവ് എന്ന റോളിൽ നീ പൂർണ്ണ പരാജയമാണ്. എടാ, നീ എത്ര കാലം സ്നേഹിച്ചിട്ടാ കല്യാണം കെട്ടിയത്? നിങ്ങൾ തമ്മിൽ വലിയ പ്രേമമല്ലായിരുന്നോ?
പക്ഷേ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. വിവാഹത്തിന് മുമ്പ് വെറുത്ത പെൺകുട്ടിയെ ഞാൻ കെട്ടിയത്. അതുകൊണ്ട് തന്നെ സാഹചര്യവും വ്യത്യസ്തമാണ്. എന്തോന്ന് സാഹചര്യം? എടാ, ഭാര്യയ്ക്ക് സ്നേഹത്തോടെ ഇത്തിരി മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുക, ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ നിനക്ക് ജ്വല്ലറി ഉണ്ടല്ലോ, എന്തെങ്കിലും ആഭരണങ്ങളും കൊണ്ടു കൊടുക്കുക. എടാ, അതൊക്കെ അവർക്കൊരു സന്തോഷമല്ലേ? നീ എന്താ ആലോചിക്കുന്നേ? ആ, ഒന്നുമില്ല. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി വളരെ വിഷമത്തോടു കൂടി പുഴക്കരക്ക് വന്നിരിക്കുകയാണ്. അവിടെ അവൻ്റെ 2 കൂട്ടുകാരും എത്തിയിട്ടുണ്ട്. അതിലുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ കോളറിനെ പിടിച്ചിട്ട് പറഞ്ഞു, നീയൊക്കെയല്ലേടാ പറഞ്ഞത് ഞാൻ കാരണം അവൾ വിഷമിച്ച് നടക്കുന്നു, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായടാ? അവൾ എന്നെ കാണുന്നത് വെറും ഫ്രണ്ടായിട്ടാ. നീയൊക്കെ എന്തിനാടാ പിന്നെ എന്നെ പറഞ്ഞു പറ്റിച്ചത്? എടാ, ഞങ്ങൾ നിന്നെ പറഞ്ഞു പറ്റിച്ചിട്ടില്ല. അവൾ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ്. ഇനി നീയൊന്നും അങ്ങനെയൊന്നും പറയരുത്. എടാ, നീയൊന്നും ചിന്തിക്കുന്ന രീതിയിലല്ല അവൾ എന്നെ കാണുന്നത്. എടാ, അവൾ എന്നെ കാണുന്നത് വെറും ഒരു ഫ്രണ്ടായിട്ടാ. വേറൊരുത്തൻ പറയാണ്, അളിയ, നീയും നന്ദും ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നന്ദുവിൻ്റെ 2 ചേച്ചിമാർ നിൻ്റെ വീട്ടിലെ മരുമക്കളാ. മൂന്നാമത് അവളും കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അത് അവളുടെ തീരുമാനമാണോ അതോ മറ്റാരുടെയെങ്കിലും തീരുമാനമാണോ അതൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നിന്നെ നന്ദുവിന് വളരെ ഇഷ്ടമായിരുന്നു. എടാ, അവളുടെ മനസ്സെന്താണെന്ന് അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതേപ്പറ്റി നിങ്ങൾ ഒന്നും എന്നോട് സംസാരിക്കണ്ട. ഇനി അവളോട് ഇഷ്ടം കൂടി അവളുടെ പിന്നാലെ ഞാൻ നടക്കില്ല. ഒരാൺകുട്ടിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അത് അവളാണ് വെളിപ്പെടുത്തേണ്ടത്. നന്ദു അവൾക്ക് പറയാനുള്ളത് അവൾ എന്നോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം അനിയുടെയും അനാമികയുടെയും വിവാഹത്തിന് നീയൊക്കെ വരണം. എന്നിട്ട് എല്ലാ ചടങ്ങിലും പങ്കെടുത്ത് സദ്യയും കഴിച്ചിട്ട് പോകണം. അത്രയും മതി. അതിനപ്പുറം സംസാരമൊന്നും വേണ്ട. പിന്നെ അവൻ്റെ 2 ഫ്രണ്ട്സും കൂടി നന്ദുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. എന്നിട്ട് പറയാ, ദാ വരുന്നുണ്ട്. നീ അവനെ തേച്ചു അല്ലേ? എന്താ നീ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ മനസ്സിൽ അനിയായിരുന്നുവെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. പിന്നെപ്പോഴാ അനി നിനക്ക് ഫ്രണ്ടായത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഒന്നും കഥകളുണ്ടാക്കാൻ ശ്രമിക്കരുത്. നിന്നോടൊക്കെ അനിയെ ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ രീതിയിലൊക്കെ നീ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ വിഷമത്തിന് കാരണം അനിയാണെന്ന് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇനി നീയൊന്നും ഇതിനകത്ത് ഇടപെടാതിരിക്കുന്നത് നല്ലത്. എൻ്റെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഞങ്ങൾ അങ്ങനെയൊന്നല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിലേറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് നീയാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് നീ. അങ്ങനെയുള്ള നിനക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ നിന്നെ സഹായിക്കണ്ടേ? വേണ്ട, പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ. നാളെ കല്യാണം നടത്താൻ പോകുന്ന ചെക്കനാണ് അനി. അനിയുടെയും അനാമികയുടെയും വിവാഹം നേരത്തെ ഫിക്സ് ചെയ്തതാ. ഇനി ദയവ് ചെയ്ത് അതിനിടയിലേക്ക് എന്നെ വലിച്ചിടരുത്. ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് മാത്രമാണ് നീ തീരുമാനം മാറ്റിയതെന്ന്. അപ്പോൾ അവൾ പറയാണ്, ഒരിക്കലുമല്ല. എൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. അത് ഫ്രണ്ട്സിൻ്റെ സ്ഥാനമാണ്. നീ ഇതൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. നിനക്കവനെ ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ സാഹചര്യം എതിരായതുകൊണ്ട് നീ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതാ. മേലിൽ അങ്ങനെ സംസാരിക്കരുത്. അതിൽ ഒരുത്തൻ്റെ കോളറിൽ പിടിച്ചിട്ട് നന്ദു പറയാണ്, ഞാൻ പറഞ്ഞത് മറ്റാരോടും പറയരുത്, മനസ്സിലായോടാന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ പോയി. അവളുടെ വിഷമം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായടാ. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയുമാണ്. നയന മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. ആദർശ് അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അമ്മ എവിടെ? അപ്പോൾ നയന, അമ്മ മുകളിലുണ്ട്. അടുത്ത് വാ. എന്താ ഇത്? നിനക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ലേ? രാവിലെ നടക്കാൻ പോയപ്പോൾ ഗ്രൗണ്ടിനരികിൽ ഒരു ചേച്ചി വിൽക്കുന്നത് കണ്ടു, അപ്പോൾ വാങ്ങിച്ചതാ. ഇപ്പോൾ മുല്ലപ്പൂ വാങ്ങിത്തന്നില്ല എന്ന് നീ മുത്തശ്ശനോട് പരാതിയൊന്നും പറയണ്ട. എനിക്കങ്ങനെ പരാതിയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാ മുല്ലപ്പൂവ്? വീട്ടിൽ നിൽക്കുമ്പോഴും ഇത്തിരി സുഗന്ധം വന്നോട്ടെ എന്ന് കരുതിയിട്ടാ. പെൺകുട്ടികൾ മുടിയിൽ മുല്ലപ്പൂ ചൂടി വരുമ്പോൾ അവർക്കൊരു നല്ല സ്മെല്ലാ. ഓ, ഭാര്യയും മണക്കാൻ വേണ്ടി വാങ്ങിച്ചതാണോ എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. അങ്ങനെ തരുന്നത് എനിക്ക് വേണ്ട. സ്നേഹത്തോടെ തരുന്നത് മാത്രം മതി. ഇതിനകത്ത് കുറച്ച് സ്നേഹവും ഉണ്ട്. എന്നാൽ പിന്നെ എൻ്റെ തലയിൽ വെച്ച് തരാൻ തന്നെയാണ് വാങ്ങിയത്. ജലജയും ദേവയാനിയും സ്റ്റെയർകേസ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ നല്ല കാഴ്ചയാണ് കണ്ടത്. ജലജ പറയാ, കാണ്, ഇപ്പോഴേ എല്ലാം പരസ്യമായിട്ടാ. നേരത്തെ റൂമിൽ വെച്ചായിരുന്നു ഇതൊക്കെ. ഏട്ടത്തി കാണാൻ വേണ്ടി തന്നെ ചെയ്യുക. അമ്മയെക്കാളും ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിക്കുക. അങ്ങനെയൊക്കെ കാണിക്കണമെന്ന് അവൾ പറഞ്ഞു കാണും. ഇപ്പോൾ പുറത്തു പോകുമ്പോൾ എന്നും ഈ പരിപാടി ആവർത്തിക്കുമോ? ആദർശിനോട് നയന ചോദിക്കുക.
എന്നൊന്നുമില്ല. പിന്നെ മുല്ലപ്പൂ നിനക്ക് വാങ്ങിത്തരണമെന്ന് തോന്നുവാണെങ്കിൽ വാങ്ങിത്തരും. പിന്നെ നീ പറയുവാണെങ്കിലും. ഞാൻ പറയാം, എന്നും എൻ്റെ ഭർത്താവിൻ്റെ കാശ് ചിലവാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോഴവിടേക്ക് രണ്ടുപേരും എത്തി. ഇതിന് ചെറിയ പൈസയല്ലേ ആവുള്ളൂ, അത് എല്ലാ ദിവസവും വാങ്ങിത്തരാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുറകിൽ നിന്നും അമ്മ, എന്നാൽ പൂക്കൾ കൊണ്ട് അവിടെ അങ്ങ് മൂടടാ. സാധാരണ ദേവിമാരെ പൂവ് കൊണ്ട് മൂടുന്നൊരു ചടങ്ങുണ്ട് ക്ഷേത്രത്തിൽ, പൂമൂടൽ ചടങ്ങ്. അതുപോലെ ഇവളെയും നീ പൂക്കൾ കൊണ്ടങ്ങ് മൂട്. ജലജയും പറയാ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അവതാരമാണല്ലോ. അമ്മ വിഷമിക്കണ്ട, ഞാൻ സത്യം പറഞ്ഞ മുല്ലപ്പൂ വാങ്ങിയത് അമ്മയ്ക്ക് വേണ്ടിയാ. അപ്പോഴാ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുഖം ഓർമ്മ വന്നത്. ഞാൻ കൊണ്ടുവന്ന് അമ്മയ്ക്ക് തരുമ്പോൾ അവർ ചിലപ്പോൾ കണ്ട് ഞാൻ ചോദിക്കും, എന്താടാ നീ നിൻ്റെ അമ്മയ്ക്ക് വാങ്ങിയപ്പോൾ നീ നിൻ്റെ ഭാര്യയ്ക്ക് കൂടി വാങ്ങാത്തതെന്ന്. അങ്ങനെ ഇവക്കും കൂടി വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പം ജലജ വയ്ക്കുക, അപ്പം നീ അവളുടെ തലയിൽ ചൂടിക്കൊടുത്തതോ? അത് ഇവൾ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്തതാ. ഇപ്പോൾ ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവളെങ്ങാനും പോയി മുത്തശ്ശനോട് പരാതി പറഞ്ഞാലോ? അപ്പം ജലജ, ഒരു മുത്തശ്ശനുള്ളത് നിൻ്റെ ഭാഗ്യാടാ ആദർശേ. ഇതേ ഞാൻ കള്ളം പറഞ്ഞതൊന്നുമല്ല. ഇവക്ക് 2 മുഴം വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് ഞാൻ 3 മുളയാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത സമയത്ത് അമ്മ അത് വാങ്ങിച്ചിട്ട് വലിച്ചെറിഞ്ഞു. കണ്ടുകൊണ്ടാണ് താഴേക്ക് അച്ഛൻ ഇറങ്ങി വരുന്നത്. എന്നിട്ട് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല. ഷേ, എന്നാൽ ഇത് വളരെ മോശമായിപ്പോയി ഏട്ടത്തി. എനിക്ക് 2 മുള വാങ്ങിച്ചപ്പോൾ ഏട്ടത്തിക്ക് 3 മുള വാങ്ങിച്ചു തന്നില്ലേ? അതിങ്ങനെ അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞത് ഒട്ടും ശരിയായില്ല. അവൾക്ക് മുല്ലപ്പൂ വാങ്ങിച്ചെങ്കിൽ അത് അവൾക്ക് മാത്രം കൊടുത്താൽ മതി, അത് എനിക്ക് കൊണ്ടുതരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്നാടാ എനിക്ക് മുല്ലപ്പൂ വാങ്ങി തന്നിട്ടുള്ളത്? അമ്മ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഞാൻ വാങ്ങി തന്നിട്ടില്ലേ? ആവശ്യപ്പെടുമ്പോൾ മാത്രം, അല്ലാതെ നീ ഒരിക്കലെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഇവളും ആവശ്യപ്പെട്ടായിരുന്നു, ഞാൻ നടക്കാൻ പോയപ്പോൾ മുല്ലപ്പൂ വേണമെന്ന്. പെട്ടായിരുന്നേടി. മുല്ലപ്പൂ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ജലജ പിന്നെ മൂപ്പിക്കുകയാണ്. അവൾ മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അവളുടെ മുന്നിലെത്തി മുല്ലപ്പൂ. ഇവിടെ മുല്ലപ്പൂ ഉണ്ട്, പിച്ചിയും ഉണ്ട്. അതൊരു നൂലിൽ കെട്ടിയാൽ മുല്ലപ്പൂ മാലയാക്കാലോ. അതൊന്നും പോരായിട്ടാ നടക്കാൻ പോയപ്പോൾ ഭാര്യയ്ക്ക് മുല്ലപ്പൂവായിട്ട് വന്നത്. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവത്തില്ല, അച്ഛൻ പറയാ. ഇവളെ സ്നേഹിക്കുന്നത് മറ്റാരേക്കാളും ഇഷ്ടം മുത്തശ്ശനും മുത്തശ്ശിക്കുവാ. മുത്തശ്ശൻ്റെ ആരോഗ്യം നോക്കണ്ടേ അമ്മേ? മുത്തശ്ശൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവരുടെ ആരോഗ്യം പോയാലോ മനസ്സമാധാനം പോയാലും നിനക്കൊന്നുമില്ലല്ലോ. എന്നാൽ പിന്നെ നടന്നിട്ടല്ലേ വന്നേ, പോയി കുളിക്കടാ. നീ കാച്ചി എണ്ണ കൂടി ഇവൻ്റെ തലയിൽ തേച്ച് കൊടുക്ക്. ജലജ, അതെ 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 തലയണ മന്ത്രത്തിൻ്റെ ശക്തി കൂടി കൂടി വരിക. അവസാനം അമ്മ ഈ വീട്ടിലുണ്ടെന്ന കാര്യം മോൻ മറക്കരുത്. അങ്ങനെ അമ്മയെ മറന്ന് ജീവിക്കുന്ന ഒരുത്തനല്ല ഞാൻ. ഇപ്പോൾ അപ്പച്ചിയുടെ മോൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് വരാം. അവനാ തലമറന്ന് എണ്ണ തേക്കുന്നവൻ. നീയും ഒട്ടും മോശക്കാരനല്ല, അതുകൊണ്ട് അഭിയെ വിമർശിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്കത് മനസ്സിലാവില്ല. സന്തോഷമായോടി നിനക്ക് സന്തോഷമായോന്ന്? അത് പിന്നെ എൻ്റെ ഭർത്താവ് മുല്ലപ്പൂ വാങ്ങിച്ച് തലയിൽ വെച്ച് തന്നു ഞാൻ പിന്നെ എനിക്ക് സന്തോഷമാവില്ലേ? അങ്ങനെ നീ സന്തോഷിക്കേണ്ടടി എന്ന് പറഞ്ഞ് അവളുടെ തലയിലുള്ള മുല്ലപ്പൂ വലിച്ച് കീറി തറയിലെറിഞ്ഞു. അമ്മേ ആണം കെട്ടവള്, അവളുടെ വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വന്നിരിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. അവൾ ആ മുല്ലപ്പൂ നിലത്തുനിന്നെടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് ആലോചിക്കുകയാണ്, എൻ്റെ ഭർത്താവ് വാങ്ങിത്തന്ന മുല്ലപ്പൂ അതെനിക്ക് നിധിയാ, സ്നേഹത്തോടെ വാങ്ങിത്തന്നതാണ്, അത് എത്ര വലിച്ചെറിഞ്ഞാലും ശരി. അത് കഴിഞ്ഞ് ആദർശ് സോഫമേ പോയി കിടക്കുകയാണ്. അപ്പോൾ അവിടെ അച്ഛൻ വന്നിട്ട് പറയാണ്, എന്താടാ മോനെ, നിനക്ക് നിന്റെ ഭാര്യയെ സ്വതന്ത്രമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഞാൻ കണ്ടു ഭാര്യയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്തപ്പോഴുള്ള അമ്മയുടെ പ്രകടനം. അതൊന്നും നീ കാര്യമാക്കണ്ട. അനിയുടെ കല്യാണത്തിന് നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ പോകണ്ടേ? നീ എവിടെ പോകുന്നുണ്ടെങ്കിൽ എന്നെയും കൂട്ടിക്കോ, അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അച്ഛൻ ആദർശിനോട് പറയാണ്. അതുപോലെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയാ, അതുപോലും നീ നോക്കുന്നില്ല. അതെല്ലാം നീ ചെയ്യാം, അതിനൊന്നും ഒരു മാറ്റവും വേണ്ട. കല്യാണം കഴിയുന്നത് വരെ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിൻ്റെ മാറ്റത്തെക്കുറിച്ച് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന കൊച്ചുമോനെയാ അവർക്കിഷ്ടം, അല്ലാതെ അവളെ വേദനിപ്പിക്കുന്ന കൊച്ചുമോനെയല്ല. എന്ന് കരുതി അമ്മയെ വേദനിപ്പിക്കാൻ പറ്റുമോ അച്ഛാ? അതിന് നീ അമ്മയെ വേദനിപ്പിക്കുന്നില്ലല്ലോ. ഭാര്യയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് അമ്മയ്ക്ക് വേദനയാകുന്നത്? അത് അമ്മയുടെ അഹങ്കാരമല്ലേ. അവിടെ നീ തൻ്റെ ഇടം കാണിക്കാത്തതാ കുഴപ്പം. അച്ഛൻ പിന്നെ പറയാണ് ആദർശിനോട്, മരുമോളുടെ യോഗ്യതയൊന്നും നിൻ്റെ അമ്മയ്ക്കില്ല, അവൾ കേൾക്കാതെ ഞാൻ പറയാം. ഇത് നിൻ്റെ അമ്മ കേൾക്കണ്ട, അതുകൊണ്ടാണ് രഹസ്യമായിട്ട് പറഞ്ഞത്. അങ്ങനെയുള്ള മരുമകളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതാ നിനക്കും വേണ്ടത്. നീ അവളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അച്ഛാ, ഞാനും ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷമല്ലേ.
അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ രീതിയൊക്കെ നന്നായിട്ട് അറിയാലോ. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛനോട് ഞാനും ഒരു രഹസ്യം പറയാം. അതാരോടും അച്ഛൻ പറയരുത്. കല്യാണത്തിന് മുമ്പ് റോഡിൽ വെച്ച് ഞാൻ എന്നെ തല്ലിയിട്ടുണ്ട്. അച്ഛൻ എന്തിനാ ചിരിക്കുന്നേ? കല്യാണത്തിന് മുമ്പ് നിനക്ക് തല്ല് കിട്ടിയില്ലേ? കല്യാണത്തിന് ശേഷം കിട്ടിയോ? ഇല്ല, അതില്ല. അത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. എങ്കിൽ കിട്ടേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയി. അപ്പോൾ ആദർശ് ഓരോന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നിൽക്കുകയാണ് അവിടെ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ.